എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വാട്സപ്പിൽ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ചാർക്കോൾ ഫേസ് സ്ക്രബ് അവൈലബിൾ റീസ്റ്റോക്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഓരോന്നിനും റിപ്ലൈ കൊടുക്കുന്നേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ചാർക്കോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ബ്രൈറ്റൻ ആക്കാനായിട്ടും നമ്മുടെ സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഡസ്റ്റിനെയൊക്കെ ഫേസിലുള്ള ഡസ്റ്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചാർക്കോൾ പ്രോഡക്ട്സുകളൊക്കെ. ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക് ഉണ്ട്, ചാർക്കോളിൻ്റെ ഫേസ് പാക്ക് പൗഡർ അവൈലബിൾ ആണ്, പിന്നെ അതിൻ്റെ ഫേസ് വാഷ്. ചാർക്കോളിൻ്റെ ഒരുപാട് ഐറ്റംസ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം നമുക്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചാർക്കോളിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ചാർക്കോളിൻ്റെ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഫേസ് പാക്ക് പൗഡർ ഉണ്ടായിരുന്നു നേരത്തെ, ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ചാർക്കോളിൻ്റെ ഫേസ് വാഷും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് അങ്ങ് സെയിലായി പോകുന്ന റേറ്റായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ അതില്ല, ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാർക്കോളിൻ്റെ സ്ക്രബ്ബ്. നമുക്ക് സ്ക്രബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ക്രബാണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് തന്നെ സ്ക്രബ് വാങ്ങിക്കണമെന്നില്ല, നമുക്ക് വീട്ടിലും സ്ക്രബ് ഉണ്ടാക്കാം, യൂസ് ചെയ്യാം ഫേസിൽ. അതായത് ഇപ്പം ഷുഗർ സ്ക്രബ്, നമുക്ക് കുറച്ച് കോഫിയിൽ കുറച്ച് ഷുഗർ മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സ്ക്രബ് തന്നെയാണ് കേട്ടോ. അത് ഹോം മെയ്ഡ് സ്ക്രബ്. അപ്പം നമുക്ക് പക്ഷേ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ഫേസിൽ സ്ക്രബ് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അത് നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടി ഡാമേജ് ആക്കത്തേ ഉള്ളൂ. ഞാനതുപോലെ തന്നെ ലിപ്സിൻ്റെ കാര്യം പറഞ്ഞു, ലിപ്സിൽ നമുക്ക് ഡെയിലി സ്ക്രബിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മൾ ഈ സ്ക്രബ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡെയിലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ചിലപ്പോൾ നല്ല സ്കിന്നിനെയും കൂടി കളയും. അപ്പം നമുക്ക് അങ്ങനെ ഡെയിലി ഒരു ഹാർഷായിട്ടുള്ളൊരു മസാജിങ് നമ്മുടെ സ്കിന്നിന് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു 3 ദിവസം കൂടുമ്പോൾ മതിയാവും. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പൊല്യൂഷനും പുകയും വെയിലും ഇതൊക്കെ അടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കി വെക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്കിൻ കെയറിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോൾ പലരും നമ്മളെ കളിയാക്കാറുണ്ട്, എന്നെയും കളിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം തന്നെ, വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെ കളിയാക്കും. പക്ഷേ പുറകെ കൂടി ഇവരൊക്കെ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടെ സ്കിൻ ബെറ്റർ ആയിട്ടിരിക്കണം, അത്രയും നോക്കി വെച്ചാൽ മതി. പറയുന്നവരെപ്പോഴും അവിടെ പറയും, കുറ്റം പറഞ്ഞും പരദൂഷണം പറഞ്ഞും ജീവിച്ചവരതേ പറയുള്ളൂ. അതുകൊണ്ട് അവരെ ഒരാളെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ക്രബ് നമ്മുടെ സ്കിന്നിനെ നല്ല ബെറ്ററായിട്ട് സൂക്ഷിക്കാനായിട്ടും നമ്മുടെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ നല്ലൊരു ബ്രൈറ്റനിങ് ആക്കി കിട്ടാനായിട്ട് ചാർക്കോൾ സ്ക്രബ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ സ്ക്രബ് എന്ന് പറയുന്നത് തൈകളുള്ളതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്ക്രബും ഇതൊന്നല്ല, ഒരു സ്ക്രബുകളും നമുക്ക് ഡെയിലി ഒരു ബേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ സ്കിൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എന്ന് എൻ്റെ സ്കിൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയോ അപ്പം തൊട്ടാണ് എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം തൊട്ട് തന്നെ എനിക്ക് ചേഞ്ച് ഒന്നും വന്നില്ല. കാരണം ഒന്നാമത് എൻ്റെ ഒരു നമ്മളെ ഉള്ളിലേക്ക് ഫുഡ് കഴിക്കുന്ന രീതി, ഉറക്കം, ഇതൊക്കെ നമ്മുടെ ഒരു സ്കിൻ കെയറിനെ നന്നായിട്ട് ബാധിക്കും. കാരണം ഒരു സമയത്ത് എനിക്ക് ഉറക്കമില്ലായിരുന്നു, ഞാൻ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു. അതായത് ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ടാലും അത് മനസ്സിലാവും, കാരണം ഞാൻ നന്നായിട്ട് പെട്ടെന്ന് ഞാൻ ക്ഷീണിക്കും. അങ്ങനെ ഒരു ശരീരപ്രകൃതമാണ്. ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയുന്നൊരു ബോഡി നേച്ചറാണ് എന്നത്. അതെൻ്റെ ഞാനായിട്ട് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷൻസും ഒക്കെ വരുമ്പം ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ആഹാരം സ്കിപ്പ് ചെയ്യുക, ഉറക്കം സ്കിപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്രാജുവലി എനിക്ക് വെയിറ്റ് കുറയാൻ തുടങ്ങി, എൻ്റെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ആകാൻ തുടങ്ങി, മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി, സ്കിൻ ടോണൊക്കെ കളറിനെ ഞാനിതാക്കി പറയുന്നൊന്നുമല്ല, പക്ഷേ എൻ്റെ സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ഡൗൺ ആയി. അങ്ങനെ പല പല പ്രശ്നങ്ങളായി, കരുവാളിപ്പുകൾ വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ എന്തു പറ്റി, ഈ നമ്മൾ കളിയാക്കിയ ആൾക്കാരൊക്കെ വീണ്ടും കൂടുതൽ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ ഡൗൺ ആകാൻ തുടങ്ങി.
അങ്ങനെ ഡൗൺ ആയി പിന്നെ എപ്പോഴോ എനിക്ക് തോന്നി എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നി വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പലപ്പോഴും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും, പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം കുഞ്ഞുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരും ഈ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വയ്യാതായിട്ടുണ്ടെങ്കിൽ എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, എത്ര നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ആവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ പതുക്കെ ഫസ്റ്റിലെ സ്കിന്നെന്നുള്ള ഒരു കൺസേൺ അല്ല ഞാൻ ചെയ്തിരുന്നത്, എനിക്ക് എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി, ഫുഡ് കറക്റ്റിന് കഴിക്കാൻ തുടങ്ങി. ശരിക്കും പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാൻ ടോപ്പായിരുന്നു ഞാൻ 2 നേരവും കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആയി. പിന്നെ ആയുർവേദത്തിലൊക്കെ കാണിച്ചു. അങ്ങനെ പതുക്കെ ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെയിറ്റിൽ കുറച്ച് വ്യത്യാസം വന്നു തുടങ്ങി. കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് പാലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശരിയാവാൻ തുടങ്ങി. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ വെയിറ്റിലും വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തിയപ്പോൾ വെയിറ്റ് കൂടിയപ്പോൾ എൻ്റെ ശരീരത്തിൽ കുറച്ച് നമ്മൾ വണ്ണം വയ്ക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിലും എല്ലാത്തിലും നമുക്ക് മാറ്റങ്ങൾ വരും. പക്ഷേ ഹെയർ ഫോൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് കൊറോണ 3 തവണ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ തവണയും നമുക്ക് ടെൻഷൻസും പ്രശ്നങ്ങളും സ്ട്രെസ്സ് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കൂടും. അപ്പം പിന്നെ ഹെയറിലേക്കും ശ്രദ്ധ കൊടുക്കേണ്ടി വന്നു, സ്കിന്ന്, വെയിറ്റ് ഗെയിന്. അങ്ങനെ ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങളിലേക്കും പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ കുറ്റം പറഞ്ഞവരൊക്കെ അതങ്ങ് നിർത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറ്റം പറയുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നതും കേട്ട് നമ്മൾ ഡൗൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മളെ റെഡിയാക്കാനോ നമുക്ക് ഓക്കെ വരാനോ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങി. ഓയിൽ തേച്ച് കുളിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓയിൽ ദേഹത്തോ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ദേഹത്തല്ല, കാലിലും കയ്യിലും ഒക്കെ. എൻ്റെ കാല് അത്യാവശ്യം ഡ്രൈ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഓയിൽ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൈക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, കൈ നോർമലാണ്. ഫേസ് പക്ഷേ ഓയിലിയാണ് കേട്ടോ. പക്ഷേ കാലൊക്കെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. പിന്നെ അതിനുശേഷം ഞാൻ സിറം പണ്ട് തൊട്ട് യൂസ് ചെയ്യുമെങ്കിലും ഇടയ്ക്കൊക്കെ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. സിറം എൻ്റെ ലൈഫിൻ്റെ പാർട്ടാക്കി. സിറം ഇല്ലാതെ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. പിന്നെ സൺസ്ക്രീൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ സ്കിന്നിൻ്റെ ഭാഗമാക്കി, മസ്റ്റാക്കി. ഇത് ഞാൻ എന്തായാലും ഒഴിവാക്കത്തില്ല, ഞാൻ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഫേസ് പാക്ക് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആരും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യണ്ട. അപ്പം ഈ ചാർക്കോളിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയതാണ് ഇവിടെ വരെ ആയത്. നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഏതാണെന്നുണ്ടെങ്കിലും. പക്ഷേ ഏത് സ്ക്രബാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. സ്ക്രബ് എപ്പോഴും ഒരു ആഴ്ചയിൽ 2-3 തവണയൊക്കെ യൂസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ അവക്കാഡോയുടെ സ്ക്രബും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു. ഒരുപാട് പേര് അത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന ഒരു സാധനമായിരുന്നു അതും. പിന്നെ ചാർക്കോളിൻ്റെ ഫേസ് വാഷും. അതുകൊണ്ട് തന്നെ ചാർക്കോളിൻ്റെ സ്ക്രബ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ ഇതല്ല വേറെ ഏതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ബേസിൽ സ്ക്രബ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മോയ്സ്ചറൈസർ നിങ്ങളുടെ ഓയിലി സ്കിൻ ആയിരിക്കാം എന്ന് വെച്ചിട്ട് മോയ്സ്ചറൈസറുടെ ആവശ്യമുണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു സിറമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഡെയിലി യൂസ് ചെയ്തിട്ടാണെങ്കിൽ വരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, 1-2 ദിവസം കൊണ്ട് നമുക്കൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല, ഒരാഴ്ച കൊണ്ടും ഉണ്ടാകത്തില്ല. ഇച്ചിരി സമയം എടുക്കും. നിങ്ങൾ ഇച്ചിരി ടൈം കൊടുക്കുക, ഉറപ്പായിട്ടും നല്ല ചേഞ്ചസ് വരും. അപ്പോൾ വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ ബെറ്ററായിട്ട് നമ്മളെ കാണുമ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിലൊക്കെ ഉപരി നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ചെയ്ത് തുടങ്ങുക. സ്കിൻ കെയറും എന്തായാലും നമുക്ക് വെയിറ്റ് കൂട്ടേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നും നാളത്തേക്ക് വെക്കണ്ട. നമ്മൾ അവിടെ വെച്ച് പോകും. നമ്മൾ നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ലേറ്റ് ആവും. ഒരിക്കലും അത് പെട്ടെന്ന് സ്റ്റാർട്ട് ആവില്ല. സോ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്ത് തുടങ്ങുക. സ്കിൻ കെയർ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി ഒരു ഫേസ് പാക്ക് കിട്ടും, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.